ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമൃശൈത്യദശേഷേണ യഥേച്ഛസി തഥാ കുരു. യഥേച്ഛസി തഥാ കുരു. യഥേച്ഛസി തഥാ കുരു. നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യുക. ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവത്ഗീത എൻഡിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാൻ ഇത്രയും ഉപദേശങ്ങൾ അർജുനന് കൊടുത്തിട്ട് അർജുനോട് പറയുകയാണ്, എല്ലാ രഹസ്യപരമായിട്ടുള്ള ഉപദേശങ്ങളും ഞാൻ നിനക്ക് തന്നു. നൗ ദ ചോയ്സ് ഈസ് യുവേഴ്സ്. ഇനി നീ ഡിസൈഡ് ചെയ്യുക എന്ത് ചെയ്യണമെന്ന്. അതായത് ഭഗവാൻ ആ അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അതോറിറ്റി പ്ലസ് ട്രസ്റ്റ് ഈസ് ഈക്വൽ ടു അക്കൗണ്ടബിലിറ്റി. മാനേജ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മുടെ ഒരു സബോർഡിനേറ്റിനോട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീം മെമ്പറോട് പറയുമ്പോൾ, നീ പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്തു എന്നതിനേക്കാളും ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ ചെയ്തു എന്ന് പറയുമ്പോഴാണ് അത് അക്കൗണ്ടബിൾ ആവുന്നത്. അപ്പം മാനേജ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം അക്കൗണ്ടബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ അക്കൗണ്ടബിലിറ്റിയാണ് ഭഗവാൻ അർജുനന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. നിനക്ക് ഇത്രയും വിശദമായിട്ട് നിനക്ക് ഞാൻ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു തന്നു. കർമ്മരഹസ്യം, ജ്ഞാനരഹസ്യം, എല്ലാ ജ്ഞാനങ്ങളും ഞാൻ നിനക്ക് തന്നു. ഇനി നിൻ്റെ തീരുമാനം നിൻ്റേതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാൻ പോലും നമ്മളോട് ലാസ്റ്റ് പറയുകയാണ്, ചോയ്സ് ഈസ് യുവേഴ്സ്. ആ ചോയ്സ്, റൈറ്റ് ചോയ്സ് നമ്മൾ മേക്ക് ചെയ്യുന്നിടത്താണ് നമുക്ക് ഓരോ അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നത്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. കാര്യം ഇത്രയും ഭഗവത്ഗീതയിൽ ഡീപ്പായിട്ട് വന്നിട്ട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവസാനം തീരുമാനം നിൻ്റേതാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ വിട്ടുകൊടുക്കുക. അതാണ് ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായത് നമ്മൾ അറിവ് നേടിയാൽ മാത്രം പോരാ, നമ്മുടെ റൈറ്റ് ചോയ്സുകൾ റൈറ്റ് സമയത്ത് എടുക്കുക എന്നുള്ളതാണ് വലിയ കാര്യമെന്നും നമ്മൾ ചെയ്യുന്നതിന് അക്കൗണ്ടബിൾ ആയിരിക്കണമെന്നും ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നു.